ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായി കൊള്ളപ്പലിശക്കാരുടെ കെണിയിൽ കുടുങ്ങിയ ഒരു പാവത്തിന്റെ വാർത്തയിലേക്കാണ് ആദ്യം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ തൃശൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്തു. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കിയത്. 6 ലക്ഷം കടമെടുത്ത മുസ്തഫ 40 ലക്ഷത്തിലധികം രൂപ ഇതിനകം പലിശക്കാർക്ക് നൽകി കഴിഞ്ഞു. ഇനിയും മുതലിനോട് അടുത്തില്ലെന്ന് പറഞ്ഞാണ് ഭീഷണി നിരന്തരം തുടർന്നത്. ഇതിന് പുറമെ മുസ്തഫ നൽകിയ ചെക്ക് ഉപയോഗിച്ച് അത് ബൗൺസാക്കി കേസാക്കുമെന്നും ഭാര്യയുടെ മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിക്കുകയും ചെയ്ത ക്രൂരന്മാരാണ് ആ പലിശക്കാർ. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. പലിശക്കാരുടെ സംബന്ധം മൂലമുണ്ടായ പ്രശ്നം കാരണമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് ഉപ്പാനെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും കടയിലേക്ക് വരലും അവിടുന്ന് അവരുടെ കാര്യത്തിന് പൈസ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. വ്യാപാരാവശ്യങ്ങൾക്കായി പ്രദേശവാസിയായ പ്രഹ്ലേഷിൽ നിന്നും ദിവേഗിൽ നിന്നും മുസ്തഫ വാങ്ങിയത് 6 ലക്ഷം രൂപ. പലിശയും കൂട്ടുപലിശയുമായി 1.5 വർഷത്തിനിടെ കൊടുത്തു തീർത്തു 40 ലക്ഷത്തിലധികം. 20 ലക്ഷത്തോളം രൂപ വില വരുന്ന 5 സെന്റ് ഭൂമി വെറും 5 ലക്ഷം രൂപയ്ക്ക് പലിശക്കാർ എഴുതി വാങ്ങി. സ്വർണം വിറ്റ് നൽകിയ പണം വേറെ. 6 ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടിയിട്ട് ഒരു 18 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടാണ് സ്വർണം കുറേ പലിശ ഒക്കെ കൊടുത്തു. മകളുടെ സ്വർണം, ബന്ധക്കാരെ സ്വർണം അങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ചിക്കാൻ പറ്റാണ്ടാണ് പിന്നെ ഈ സ്ഥലം എഴുതി കൊടുത്തത്. മുസ്തഫയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടകൾ പണം കൃത്യസമയത്ത് നൽകാത്തതിന് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിച്ചു. ഭീഷണി വേറെയും. പരാതി നൽകിയെങ്കിലും പോലീസിന് മെല്ലപ്പോക്കെന്നും കുടുംബം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.